ഡോക്ടർ, നമുക്കിപ്പോൾ ആർത്രൈറ്റിസിനെ കുറിച്ചും സ്പോണ്ടിലൈറ്റിസിനെ കുറിച്ചും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓർത്തോപീഡിക് കണ്ടീഷൻസിൽ നമ്മൾ ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് രണ്ടും എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റുകൾ ചെയ്ത് തുടങ്ങുക? ബേസിക്കലി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ രണ്ട് രീതിക്ക് നമുക്ക് ഈ ജോയിന്റ് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ വരാം. അത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഹൈപ്പർ അറ്റാക്ക് കൊണ്ട് വരുന്ന ഒരു കാറ്റഗറിയും നമ്മുടെ സാധാരണ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വെയർ ആൻഡ് ടെയർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വരാം. ഇത് രണ്ടും നമ്മൾ ഈ രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു മുട്ടുവേദന വരുവാണ്. ഈ മുട്ടുവേദന നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും വരാം. നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ അതിനൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രീതിക്കും, അതായത് വെയർ ആൻഡ് ടെയർ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഓവർ യൂസ് കാരണം അല്ലെങ്കിൽ ഏജ് കാരണമൊക്കെ വരുന്നത്. പക്ഷെ അല്ലാണ്ട് ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് വരുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്ര, നമ്മളെ നട്ടലിനുണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനമാണ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകുന്ന എല്ലിൻ്റെ അല്ലെങ്കിൽ ബോൺസിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫ്ലമേഷൻസ് പ്രശ്നങ്ങളാണ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. സ്പോണ്ടൈലോസിസ്, നമ്മൾ ഈ സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് എന്നും കേട്ടിട്ടുണ്ടാവും, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നും കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ പോലെ ഏജ് കാരണം ഉണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ ഒക്കെ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ ജനറലി സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ വെർട്ടിബ്രയ്ക്ക് ആയിരിക്കും. അപ്പോൾ ജനറലി ഈ രണ്ട് കാറ്റഗറി അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആയുർവേദത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിൽ എല്ലൊക്കെ അങ്ങ് തേഞ്ഞ് തീർന്ന് തീരെ ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് മാത്രമേ റീപ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാൻ പറ്റും. അല്ല എങ്കിൽ അതിന് മുന്നേയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഈ പറയുന്ന ആയുർവേദ ചികിത്സകൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിന് നമുക്ക് ആയുർവേദത്തിൽ അകത്തേക്ക് കഴിക്കുന്ന ഇന്റേണൽ മെഡിസിൻസും ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്ത് ചികിത്സ ചെയ്യുന്ന നമ്മൾ പഞ്ചകർമ്മങ്ങളെന്ന് പറയുന്ന അതല്ലെങ്കിൽ ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും.